വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു ഇഞ്ചിമുള്ളി റെസിപ്പി ആയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഈ ഇഞ്ചിപ്പുള്ളി റെസിപ്പി. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. ഓണം സീരീസ് റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുക്കാം കേട്ടോ. ഇഞ്ചിമുള്ളി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്താൽ ടേസ്റ്റ് കൂടും, ഞാനത് ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുനുകുനാന്ന് അരിഞ്ഞ പച്ചമുളകും കുനുകുനാന്ന് അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അല്ലാതെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ കൂടി. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നൊന്ന് പച്ചമണം മറന്നു വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് മെയിൻ സൂത്രധാരൻ, അതാണ് പുളിവെള്ളം. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കര ഉരുക്കിയതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ കായപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഓണം സദ്യ സ്പെഷ്യൽ ഇഞ്ചിമ്പുളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചത് നല്ല റെഡി ആയിട്ടാണ് ഇഞ്ചിമ്പുളി സെറ്റ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കേണ്ടത് തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മളത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കാരണം ഇത് ഒരു ദിവസം ഇരുന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി നല്ല ഇതിൽ കിട്ടുക. അപ്പോൾ എന്തായാലും നിങ്ങൾ തലേന്ന് ഉണ്ടാക്കാൻ നോക്കുക ഇഞ്ചിമ്പുളിയൊക്കെ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അതൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും തരാതെ പോവല്ലേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.